ഹായ് ഡിയേഴ്സ്, 333 ഡിവൈൻ മെറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ്, അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് ഇപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം മനസ്സിൽ പറയുക. അവരുടെ മുഖം ഓർത്തുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു. അപ്പോൾ റൊമാൻസ് ഏഞ്ചൽസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. റൊമാൻസ് ഏഞ്ചൽസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? യെസ്, ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. അതായത് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുകയും അവരിൽ നിന്നും ഹെൽപ്പ് സ്വീകരിക്കുകയും ചെയ്യുക. അതിന് മടിയൊന്നും വേണ്ട എന്നുള്ളതാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാർഡ്, കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യുവർ പ്രേയേഴ്സ്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് പ്രേയേഴ്സ് കൊടുത്തിട്ടുണ്ടാവാം, അഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ടാവാം, ആൻഡ് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഹെൽപ്പ് ബ്രിങ് യു ടുഗദർ. അതെല്ലാം ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് കാരണമാകും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കതിന് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പ്രേയേഴ്സ് കൊടുക്കുന്നത് നല്ലതാണ്, നിങ്ങൾ അഫർമേഷൻസ് പറയുന്നത് നല്ലതാണ്, അതുപോലെ തന്നെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ്. മാനിഫെസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. യെസ്, ഇവിടെ ഫസ്റ്റ് കാർഡ് അവെയർനെസ് എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ആരായിക്കോട്ടെ അവർക്ക് ഒരു യൂണിവേഴ്സൽ അവെയർനെസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇവർ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ അവർക്ക് അവെയർനെസ് കിട്ടുമ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യം, ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലേ ഇത്, എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിരുന്നു നിങ്ങൾ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. അവരുടെ കംഫർട്ടബിൾ സോൺ ആയിരുന്നില്ലേ? അപ്പോൾ നേരത്തെ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ അവർ മനസ്സിൽ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും ഈ ഒരു ബന്ധത്തെക്കുറിച്ചൊരു കോൺഷ്യസ്നെസ് ഇവർക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു അവബോധം, ഒരു തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലാതിരുന്ന ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അതിൻ്റെ പേരിൽ, ആ തിരിച്ചറിവിൻ്റെ പേരിൽ ഒരു അബണ്ടൻസ് ആയിട്ട് ഇവർ കരുതുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത്. ആ തിരിച്ചറിവ് എന്താണ്? നിങ്ങൾ അബണ്ടൻസ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ കംഫർട്ടബിൾ സോണാണ്, അവർക്ക് ഏറ്റവും യോജിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവരുടെ എനർജി. ഇനി ഇവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? യെസ്, ഇവിടെ 6 ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്തായാലും പഴയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് അവരുടെ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ കറണ്ട് ഫീലിങ്സ് അത് തന്നെയാണ്. ഇപ്പോഴും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ്, നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ഏസ് ഓഫ് വൺസ് കിട്ടിയിരിക്കുന്നത്. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ പഴയകാല ഓർമ്മകളിൽ നിന്നും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ എന്തായാലും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ അടുത്ത കാർഡ് മേസോസ് ഫേഡ് എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് അവർക്ക് അതിനുള്ള വഴി ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല, എങ്കിലും
നിങ്ങളുടെ അടുത്ത് ചില സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് വളരെ ശുദ്ധമായി പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, പുതിയ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. യെസ്, അത് ഒരു വിവാഹമാണ്, കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്തിനു വേണ്ടിയാണ്? ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അവിടെ വിവാഹത്തെ കുറിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. ചില പേർക്ക് കമ്മിറ്റ്മെൻ്റാണ്, വിവാഹമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോബ്ലം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങളെയാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ? അവിടെ യൂണിവേഴ്സൽ അവെയർനെസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ കിങ് ഓഫ് സ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി തരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. ഇവിടെയും അവർക്ക് യൂണിവേഴ്സൽ അവെയർനെസ് ഉണ്ട്. പിന്നെ ഈ ഒരു വ്യക്തി കുറച്ച് നാർസിസ്റ്റ് ബിഹേവിയർ നിങ്ങളോട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ളൊരു ആളാണ്, കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കും. അതായത് വളരെ കർക്കശമായിട്ട് നിങ്ങളോട് പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. യെസ്, പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരുപാട് ഹൃദയവേദനയുണ്ട്. ഹൃദയം പൊട്ടിത്തകർന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു നല്ല കാര്യം എന്ന് വെച്ച് വേറൊരാളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പിരിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കാം. രണ്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം ഇവർക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അസെൻഡിങ് എന്ന് പറയുമ്പോൾ ലേണിംഗ്, ഒരുപാട് പഠിച്ചു, എക്സ്പാൻഷൻ, മനസ്സിലാക്കി, ട്രാൻസെൻഡിങ്, പ്രിപ്പയറിംഗ് ഫോർ യൂണിയൻ, ന്യൂ ഫേസ്. അവരിപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ് പുതിയ ഒരു ഫേസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ ആ ഒരു ട്വിൻ ഫ്ലെയിം ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് ജേണി അസെൻഷനിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഹീലിംഗ് ഹാർട്ട് എന്നുള്ളതാണ്. ഹീലിംഗ്, ഹെഡ് ബ്രേക്ക്, ടോക്സിസിറ്റി ഓർ അഡിക്ഷൻസ്, അബ്യൂസീവ് റിലേഷൻഷിപ്പ്. അതായത് അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളെ ഈ ഒരു വ്യക്തി. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മേൽ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ടോക്സിക് ആയിട്ടുണ്ടാവാം. നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹീലാകുന്നു എന്നുള്ളതാണ്. അതെല്ലാം പരിഹരിക്കപ്പെടുന്നു. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ ഇപ്പോൾ അവർ തയ്യാറാണെന്നുള്ളതാണ്. ഇവിടെ ഗേൾ വിത്ത് എ സ്നേക്ക് എന്ന് പറയുന്നുണ്ട്. ചാമഡ് ഓർ യൂസ്ഡ് ഇനേബിൾ ബൗണ്ടറീസ്. അതായത് നിങ്ങൾ അവരുടെ അടുത്ത് ഒരു ബൗണ്ടറി വെക്കുന്നത് നല്ലതാണ്. നോ എന്ന് പറയേണ്ട കാര്യങ്ങൾ നോ എന്ന് തന്നെ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ അത് തന്നെ അവരുടെ അടുത്ത് നിങ്ങൾ പറയുക. കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ഓവറായിട്ട് നിങ്ങളുടെ മേലൊരു ഫ്രീഡം കൊടുക്കാതിരിക്കുക. വ്യക്തി സഹജമായ സ്വാതന്ത്ര്യം നിങ്ങളും അനുഭവിക്കുക എന്നുള്ളത്. ഇവിടെ ഫെനക്സ്, ന്യൂ ഫേസ് ഓർ റീകൈൻഡിൽ, റിന്യൂ ഓൺ ഗ്രേറ്റ് ചേഞ്ച്ഡ് മൈൻഡ്, റൈസ് ഫ്രം ആഷസ്. അതായത് പുതിയ ഒരു പ്രണയം തുടങ്ങുകയാണ്, നിങ്ങൾ തമ്മിലാണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സ് മാറിയിട്ട് അവർ ഈ എൻഡായി കിടക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുതിയ ഒരു പ്രണയത്തിലേക്ക് നിങ്ങളുമായിട്ട് പറന്നുയരുന്നു എന്നുള്ളതാണ്. ഇത് തീർത്തും എൻഡായിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പാണ്. വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ പരസ്പരം മ്യൂച്വലായിട്ട് ഉണ്ടാക്കിയ റിലേഷൻഷിപ്പാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇവിടെ അബണ്ടൻസ്, തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ അബണ്ടൻസ് ആണ് എന്നുള്ളത് അവർ കരുതിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കാർഡ് നമുക്കത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് മൈൻഡ് സെറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇപ്പോൾ ചിന്തിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതിലുപരി ഒരുപാട് സ്വയം സന്തോഷിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിക്കുക. വേറെ ആരും നിങ്ങളെ സ്നേഹിക്കണമെന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്നേഹം കൊടുക്കുക. അതിന് നിങ്ങൾക്ക് സാധിക്കും. അപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിലും അബണ്ടൻ്റ് ആകുന്നത്.
ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ആ ഒരു കാർഡിൻ്റെ വേറൊരു തലമാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതായത് ഇവിടെ ഒരുപാട് നിങ്ങളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ പരസ്പരം മ്യൂച്വലായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോയതായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ പുതിയൊരു പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. അതുണ്ടായിരിക്കുന്നത് പഴയ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചപ്പോൾ യഥാർത്ഥത്തിലൊരു ബോധോദയം അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. യെസ്, ആൻസേഴ്സ് അറൈവിങ്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതാ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഉടനെ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ സ്റ്റോറി, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും അവരുടെ ഉള്ളെന്താണെന്നുള്ളത്, അവരുടെ ഫോട്ടോസ്. ഇനി ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാലൻസിങ് എനർജീസ്. അവർ നിങ്ങൾ തമ്മിലുള്ള എനർജീസിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങളിൽ നന്മകൾ മാത്രം കാണുകയാണ്. നേരത്തെ കുറ്റം മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ നന്മകൾ കൂടി കാണാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. യെസ്, നിങ്ങളെ അവർ പ്രപ്പോസ് ചെയ്യും തീർച്ചയായിട്ടും. ന്യൂ ലവ് കണ്ടോ, പുതിയതായിട്ടാണ് പ്രണയം വരുന്നത്. പുതിയതായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി തീർച്ചയായിട്ടും മാറും. കാരണം പലയിടത്തായിട്ട് ആ ഒരു ഫോമിലാണ് നമുക്ക് കാർഡ്സ് കിട്ടിയിരിക്കുന്നത്. പുതിയ പ്രണയമാണ് വരുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യം വന്നിട്ട്, ബോധോദയം വന്നിട്ട് അവർ നിങ്ങളെക്കുറിച്ച്, പാസ്റ്റിലുള്ള നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച് പുതിയതായിട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ വരാണ്. ഇവിടെ പേഴ്സണൽ നെയിം MUBKEI എന്നാണ് കിട്ടിയിട്ടുള്ളത്. V എന്ന് കിട്ടിയിട്ടുണ്ട്, J എന്നാണ് കിട്ടിയിട്ടുള്ളത്, L എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് പ്ലേസസ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊല്ലം, കോട്ടയം, കണ്ണൂർ, ഔട്ട് ഓഫ് സ്റ്റേറ്റ് എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് മോർ ക്ലൂ ആണ്. ഇവിടെ നമുക്ക് 10 എന്ന് പറയുന്നൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, ഗ്രീൻ കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം, ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, ഷാർപ്പ് നോസ്, wear glasses, wearing nose pin, possessiveness, yellow butterfly, bird, love, ഒരുപാട് പ്രണയം ഉണ്ടായിരിക്കാം. 31 നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ, 23, 41, 9 എന്നൊരു ഡേറ്റ്, 45, അക്യൂറിയസ്, 15, 27, Spices, 111, 333, റെഡ് കളർ. അപ്പം ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഏഞ്ചൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ റിമെയിൻ പോസിറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കുക. കാരണം അങ്ങനെ പോസിറ്റീവായിട്ട് ഇരുന്നെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആകത്തുള്ളൂ. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്. ഇനി ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നൊരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ കർമ്മം, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, സെൽഫ് കെയർ കൊടുക്കുക, സെൽഫ് ലവ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരും. അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ
ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ലവ് യു ഓൾ.